ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ സ്വഹാബി അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ രോഗം മൂർച്ഛിച്ച് ഈ ലോകത്തോട് വിട പറയുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ തന്നെ കാണാൻ വന്നവർക്കോ തൻ്റെ മക്കൾക്കോ ആർക്കും മുഖം കൊടുക്കാതെ വലിയ ഒരു ആത്മരോക്ഷത്തോടുകൂടി മുഖം തിരിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയി. വലിയ നിരാശാബോധം അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു. വലിയ ആശങ്കയും ഉത്കണ്ഠയും ആ മനുഷ്യനെ പിടികൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെയും അഭിമുഖീകരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഇല്ലാതെ പോയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ മക്കൾ അദ്ദേഹത്തിന് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന വിധത്തിൽ നല്ല വാക്കുകൾ കുറേയേറെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ നിരാശനാകണം? എന്തിന് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് തള്ളപ്പെടണം? എന്തുകൊണ്ട് അങ്ങ് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്നില്ല? താങ്കൾ ധൈര്യമായിരിക്കും, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയാണല്ലോ എന്ന നിലയിലൊക്കെ പിതാവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മക്കളോട്, എൻ്റെ ഒരു അവസ്ഥ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 3 ഘട്ടങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതം കടന്നുപോയത്. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തെ വ്യക്തമായി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 3 അവസ്ഥകളാണ്, 3 ഘട്ടങ്ങളാണ് എൻ്റെ ജീവിതം എന്നുള്ളത്. ആദ്യത്തെ ഘട്ടം എന്നുള്ളത്, ഞാൻ ഏറ്റവും വലിയ തെമ്മാടിയായി ഈ അറേബ്യയിൽ ജീവിച്ചൊരു കാലഘട്ടമാണ്. ഞാനും നാലുക്കൊപ്പം തിന്മകളിൽ സജീവമായി പങ്കുകൊള്ളുകയും സത്യത്തിൻ്റെ വെളിച്ചവുമായി വന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറ്റേതൊരു വ്യക്തിയെയും പോലെ ശത്രുത പുലർത്തുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. എൻ്റെ ശത്രുത ഒരുപക്ഷെ മറ്റാരേക്കാളും കഠിനമായിരുന്നു അന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും വെറുത്തൊരു മനുഷ്യൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എനിക്ക് ഏറ്റവും അരോചകമായി തോന്നിയത് ആ മനുഷ്യൻ്റെ മുഖം നോക്കലാണ്. അതുകൊണ്ട് ഞാൻ നോക്കാറില്ല, ആ മുഖത്തേക്ക് നോക്കാറില്ല. എനിക്ക് അത്രയും അതൃപ്തിയും വെറുപ്പുമുണ്ട് ആ മനുഷ്യനോട് ഒരു കാലഘട്ടത്തിൽ. അന്ന് ഞാൻ നോക്കിയിട്ടില്ല ആ മുഖത്ത്. പക്ഷെ കാലങ്ങൾ മാറി എൻ്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം വീശി ഞാൻ ആ പ്രവാചകൻ്റെ മുമ്പിലേക്ക് വന്നു. ആ പ്രവാചകൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സത്യസന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏകനായ ഇലാഹിൽ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന്, ആ പ്രവാചകനാണ് താങ്കളെന്ന ആ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നു എന്ന് വാക്ക് കൊടുത്ത് പ്രവാചകനുമായി കരാറിലേർപ്പെട്ടൊരു നിമിഷമുണ്ട്. അതിൻ്റെ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു അന്ന്. റസൂലിന് മുമ്പിൽ വന്ന് കൈകൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ കൈ നീട്ടുമ്പോൾ ഞാനൊരു വ്യവസ്ഥ വെച്ചു നബിയോട്, നബിയെ കൈകൾ നീട്ടി താങ്കൾ എൻ്റെ കരാറിലൂടെ എന്നെ ബൈഅത്ത് ചെയ്ത് എന്നെ സ്വീകരിക്കുമ്പോൾ എനിക്ക് ചിലത് കൂടി പറയാനുണ്ട്. കാരണം ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് കണക്കില്ല. വലിയ തെമ്മാടിയായി ജീവിച്ചവനാണ് അംർ ഇബ്നു ആസ്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, നല്ലവനെന്ന് വലിയ അവകാശവാദമില്ല, ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ആ പാവങ്ങൾക്കൊന്നും മാപ്പർഹിക്കാത്ത കുറ്റങ്ങളാണ് ഞാൻ ചെയ്തു പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ പാപഭാരം കയ്യിലേന്തിക്കൊണ്ട് ഞാൻ താങ്കൾക്ക് ഹസ്തദാനം ചെയ്ത് കരാറിലായാൽ പോലും ആ പാപക്കരകൾ എന്നെ വിട്ടുപോകില്ലല്ലോ. അതിനെന്ത് പരിഹാരമുണ്ട് എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. എന്നിട്ട് നമുക്ക് ബൈഅത്ത് ചെയ്യാമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വഇന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു വഇന്നൽ ഹജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തി ജീവിതത്തിലെ ഏറ്റവും ഗംഭീരമായ 3 കർമ്മങ്ങൾ, 3 തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിലൂടെ ഒരു മനുഷ്യൻ അതുവരെ പിന്നിട്ട് വന്ന പാപങ്ങളുടെ പാതയിൽ നിന്ന് അവന് മോചനമുണ്ടാകുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഇസ്ലാമാണ്. ഒരു മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുവരെ ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ആ ആദർശം തന്നെ പരിഹാരമാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹാദത്തോടുകൂടി അന്നോളം ചെയ്ത എല്ലാ പാതകങ്ങൾക്കും അത് പരിഹാരമാകുന്നു, അതെല്ലാം മാപ്പാക്കപ്പെടുന്നു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഹിജ്റ, അള്ളാഹുവിൻ്റെ മതത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് സ്വദേശം വെടിഞ്ഞൊരു മനുഷ്യന് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എങ്കിൽ
ആ പലായനത്തിന്റെ പേരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നോളം ചെയ്ത പാവങ്ങൾക്ക് മാപ്പ് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ശക്തമായ ഒരു തീരുമാനം തന്നെ വേണ്ട ഒരു വിഷയമാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമത്തെ കാര്യമായ ഹജ്ജ് എന്നുള്ളത്. ഹജ്ജിന് വേണ്ടി ഒരു മനുഷ്യൻ പുറപ്പെട്ട് ഹജ്ജ് കർമ്മം അല്ലാഹുവിന് തൃപ്തിക്ക് വേണ്ടി പൂർത്തീകരിച്ച് മടങ്ങി വരുമ്പോൾ അന്നോളം ചെയ്ത പാവങ്ങൾക്ക് അത് പരിഹാരമാണെന്നും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംർ ഇബ്നു ആസിന് അറിയേണ്ടത് ഒറ്റ കാര്യമായിരിക്കുമ്പോഴും 3 വിഷയങ്ങളിലൂടെ അത് വിശദീകരിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പാപങ്ങൾ പൊറുപ്പിക്കാൻ എന്തിലേറെ മാർഗങ്ങളുണ്ട് ഇസ്ലാമിൽ, എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഇസ്ലാം തന്നെ ഏറ്റവും വലിയ ഒരു തൗബയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മനുഷ്യന് സന്തോഷമായി. അന്ന് മുതൽ പിന്നെ അദ്ദേഹം പറയണം, അംർ ഇബ്നു ആസിന്റെ ജീവിതത്തിൽ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ മനുഷ്യൻ, എനിക്ക് എപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു മനുഷ്യൻ. ഞാൻ അത്രമേൽ ആരെയും സ്നേഹിച്ചിട്ടില്ല. അത്രത്തോളം സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു ആ മനുഷ്യനോട്. അതുകൊണ്ട് തന്നെ ആ സ്നേഹ കൂടുതൽ കൊണ്ടും ബഹുമാന കൂടുതൽ കൊണ്ടും ആ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന്. ഒരു കാലത്ത് വെറുപ്പ് കാരണം നോക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അടുത്ത പറയുന്നത്, എനിക്ക് സ്നേഹവും ബഹുമാനവും കൂടി പോയി. ഞാൻ അത്രയും വെറുത്തൊരു മനുഷ്യനോട് പിന്നെ എനിക്കുണ്ടായ ആദരവ് കാരണം എനിക്ക് ആ മനുഷ്യന്റെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് നോക്കി നിന്നിട്ടില്ല ഞാൻ. ഇന്ന് ആരെങ്കിലും എന്നോട് പറയുകയാണ് മുഹമ്മദ് നബിയുടെ അംഗലാവണ്യം, നബിയുടെ മുഖസൗന്ദര്യം ഒന്ന് വർണ്ണിക്കാൻ എന്നോട് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഞാൻ അത്രയും സൂക്ഷ്മമായി ആ മുഖത്ത് നോക്കിയിട്ടില്ല എന്ന് ബഹുമാനം കൊണ്ട് എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാലഘട്ടവും കടന്നുപോയിട്ടുണ്ട്. ഞാൻ ആ കാലഘട്ടത്തിൽ മരിച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു, എനിക്കൊരു ശുഭപ്രതീക്ഷയോടുകൂടി മരണപ്പെട്ടു പോകാമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടവും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി എന്ന്. ആദ്യത്തെ കാലഘട്ടത്തിൽ മരിച്ചെങ്കിൽ എനിക്കൊന്നിനും പ്രതീക്ഷയില്ലാതെ നരകത്തിന്റെ വിറകായി ഞാൻ മാറുമായിരുന്നു. രണ്ടാമത് വന്ന മാറ്റം, ആ കാലഘട്ടത്തിൽ മരിച്ചിരുന്നെങ്കിൽ ഞാൻ എത്രയോ ശുഭകരമായൊരു അന്ത്യത്തിലേക്ക് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു എന്ന്. പക്ഷെ പിന്നെ കാര്യങ്ങൾ മാറി. റസൂലിന്റെ വിയോഗാനന്തരം ഇസ്ലാം വളർന്നു. ഒരുപാട് ഉത്തരവാദിത്തങ്ങളായി അധികാര രംഗത്ത് ഈജിപ്തിന്റെ ഗവർണറായി പ്രവർത്തിച്ചു. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും വാതിലുകൾ എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. അങ്ങനെ ഞാൻ മനോഹരമായി ഇവിടെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പിന്നിട്ട് പോയ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായ വിഭാഗീയതകൾ, സംഘടനകൾ, യുദ്ധങ്ങൾ, അങ്ങനെ പലതിലും ഞാൻ പങ്കാളിയാകേണ്ടി വന്നിട്ടുണ്ട്. അധികാരം പങ്കിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സമ്പത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയമാണ്, എന്തായിരിക്കും എൻ്റെ അവസ്ഥയെന്ന്. ഞാൻ ഈ പരീക്ഷയിൽ പാസ്സായോ എന്ന് എനിക്ക് വ്യക്തമായൊരു ധാരണയില്ലല്ലോ എന്ന് ആ മനുഷ്യൻ വിതുമ്പി. ആ വിതുമ്പലോടുകൂടിയാണ് ആ മനുഷ്യൻ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യാനോ അഭിമുഖീകരിക്കാനോ ഭയന്നിട്ട് ആ മനുഷ്യൻ മുഖം തിരിച്ചത്. എന്നിട്ട് മക്കളോട് വസിയത്താണ്, മക്കളെ നിങ്ങൾ എന്നെ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ തീ പിടിച്ചുകൊണ്ട് ആരും വരാൻ പാടില്ല. നായിഹാത്തുകളായ നിലവിളിച്ച് കരയുന്നവരൊപ്പം കൂട്ടാൻ പാടില്ല. അച്ചടക്കത്തോടുകൂടി ഇസ്ലാം പരിശീലിപ്പിച്ച രീതിയിൽ നിങ്ങൾ എൻ്റെ മയ്യത്തുമായി പോകണം. ഞാൻ മരിച്ചു കഴിയുമ്പോൾ, ഞാൻ മരിച്ച് എന്നെ മറമാടി കഴിഞ്ഞാൽ ഒരു ഒട്ടകത്തെ അറുത്തതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന അത്രയും സമയം എനിക്കൊരു ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ കബറിൻ്റെ ചാരം നിൽക്കണം എന്ന് മക്കളോട് വസിയത്ത് ചെയ്ത് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുന്നുണ്ട്. ഒരു പ്രഗത്ഭനായ ഒരു സഹാബിയുടെ ജീവിത സായാഹ്നത്തിൻ്റെ നിമിഷങ്ങളാണിത്. വലിയൊരു ഗൗരവപ്പെട്ട ഒരു സന്ദേശം നോക്കുക. അദ്ദേഹത്തിൻ്റെ ആ തിരിഞ്ഞു നോട്ടമുണ്ടല്ലോ, ആ തിരനോട്ടം നമുക്ക് ഏറ്റവും അനിവാര്യമായ സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ പിന്നിട്ട് പോയ നാളുകളെക്കുറിച്ചൊന്നും തിരുത്തി ചിന്തിക്കാൻ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും കടന്നു പോകുന്നത് എങ്ങോട്ടാണെന്ന് നമുക്കറിയാം. മരണത്തിനപ്പുറത്തുള്ള സുരക്ഷിതമായ ഒരു ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടി, പണിയെടുക്കാൻ വേണ്ടി വന്ന നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വിശ്വാസികളോട് ഖുർആൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണേ എന്ന് വിശ്വാസികളോട് അല്ലാഹുവിന്റെ ആവശ്യം, അല്ലാഹു നിർദ്ദേശമാണ്. എന്നിട്ട് അല്ലാഹു റബ്ബ് പറയാണ്, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ കണക്കാക്കി വെച്ചത് എന്ന് ഓരോ മനുഷ്യനും ഒന്ന് നോക്കട്ടെ, ഒന്ന് പരിശോധിക്കട്ടെ എന്ന്. ഹസിബു ഖബ്ല അൻ തുഹസബു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും, നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ എല്ലാം കണക്ക് നോക്കപ്പെടും. അതിനു മുമ്പ് നിങ്ങളൊരു കണക്കെടുക്കുന്നത് നന്നായിരിക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളൊരു കണക്കെടുപ്പിന് തയ്യാറാകണം. ഇന്നലെ പോയ ദിവസങ്ങളെ കുറിച്ചുള്ള പരിശോധനകൾ, പിന്നിട്ട് പോയ കാലത്തെക്കുറിച്ചുള്ള ആലോചനകളാണ് മുന്നോട്ട് നടക്കാൻ നമുക്ക് ഏറ്റവും വലിയ ആവേശം നൽകുക. നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? പല ആൾക്കാരും അതിസാഹസികമായ പല പ്രവർത്തനങ്ങൾക്കും തയ്യാറാകുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? നമ്മുടെ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടും. ഇനി കാര്യമില്ല, ഇനി നിൽക്കാൻ പറ്റില്ല, ഇപ്പൊ സേഫ് അല്ല, ഒരു സേഫ് സോണിൽ ഞാനില്ല, ഇനി അതുകൊണ്ട് കഷ്ടപ്പെട്ടാലേ തീരൂ, അധ്വാനിച്ചാലേ പരിഹാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏതൊരു സാഹസത്തിലേക്കും ഒരു മനുഷ്യൻ തയ്യാറാകുന്നത് അവന്റെ ജീവിത സാഹചര്യങ്ങൾ അവന് ബോധ്യപ്പെടുമ്പോഴാണ്. കളിച്ച് ചിരിച്ചു കിടക്കുന്നത് ചെറുപ്പക്കാര്,
ഒരു ഉത്തരവാദിത്വം ഇല്ല, അവൻ ഇന്നും കളിച്ചിരിച്ച് കിടക്കണമെന്ന് പറയാൻ ആൾക്കാർ. കാരണം അവൻ ആ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലായിട്ടില്ല. ഒരു കുടുംബത്തെ കൊണ്ടുപോകുന്നതിൻ്റെ ബാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും മനസ്സിലാകാത്ത പ്രായം വരെയും ചെറുപ്പക്കാരിങ്ങനെ കളിച്ചും ചിരിച്ചു നടക്കും. അവർക്ക് പോക്കറ്റ് മണി വരെ വാപ്പ കൊടുക്കണം, ഉമ്മ കൊടുക്കണം, കൊച്ചാപ്പ കൊടുക്കണം. അങ്ങനെ തൻ്റെ നിത്യച്ചെലവിനുള്ള ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിച്ച് ആ പൈസയ്ക്ക് ഒരു വിലയുമില്ലാതെ അടിച്ചു പൊളിച്ച് കിടക്കും ചെറുപ്പക്കാർ പലരും. പല ആൾക്കാരും വലിയ വീട്ടിലെ കുട്ടികളാണെങ്കിൽ, വലിയ പൈസക്കാരാണെങ്കിൽ പിന്നെ അത് പറയാൻ വേണ്ട, ഒരു കാലത്ത് അവൻ തിരിച്ചറിവുണ്ടാവില്ല. അവൻ ആവശ്യങ്ങൾ ഒന്നിനു പറയുക ഒന്നായി ലക്ഷങ്ങളുടെ ആവശ്യങ്ങൾ വാപ്പയോടും ഉമ്മയോടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഒരു പയ്യൻ ലക്ഷക്കണക്കിന് രൂപയുടെ ബൈക്ക് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ വില വരുന്ന ബൈക്ക് എടുത്ത് കൊടുത്തു. രണ്ടാമത് അവന് തൃപ്തിയില്ല, ലക്ഷങ്ങളുടെ വില വരുന്ന കാർ എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് തൽക്കാലം പാങ്ങില്ല എന്ന് പറഞ്ഞ പിതാവിനെ കൊന്നുകളഞ്ഞു. അതാണ് ഇവിടെ നടക്കുന്നത്. ഒന്നും വില അറിയുന്നില്ല, സാഹചര്യങ്ങൾ അറിയുന്നില്ല, അധ്വാനിക്കുന്ന ഈ പണത്തിന്റെ വില അറിയുന്നില്ല. അതുകൊണ്ട് യഥേഷ്ടം അവരെ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മിഡിൽ ക്ലാസ് ഫാമിലികളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും, നമ്മൾ ഈ അടിച്ചു പൊളിച്ച് കളയുന്നതും ഈ ഐഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാപ്പാരിൽ നിന്ന് വാങ്ങി പണവുമൊക്കെ ഓരോന്നിനും എത്ര അധ്വാനമുണ്ട് എന്ന്, അതെങ്ങനെയാണ് കവർ ചെയ്യുന്നത് എന്ന്, എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇറങ്ങി സഹായിക്കാൻ വേണ്ടി അതെല്ലാ കുടുംബങ്ങൾ കാണുന്നത്. അപ്പോൾ പറയുന്നത് ഗൾഫിൽ പോകാമെന്ന്. അതുവരെയും ഒരു ജോലിക്കും തയ്യാറല്ലാത്തവൻ പോലും സ്വന്തം നാടും വീടും കൂട്ടുകാരും കുടുംബക്കാരെയും വിട്ടിട്ട് ഞാൻ പോകാം, കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന്. ചില ആൾക്കാരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ലക്ഷങ്ങൾ സാലറി ഉണ്ടാകും, പക്ഷേ കനികളിലും കപ്പലുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന പല മനുഷ്യരുടെയും അധ്വാനം കാണുമ്പോൾ, കിണർ കുത്താൻ വേണ്ടി ഇറങ്ങുന്നവൻ ജീവൻ പണയം വെച്ചിട്ട് 1000 രൂപയ്ക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ആ പണിയെടുക്കാൻ അവനെ തയ്യാറാക്കുന്നത് സാഹചര്യമാണ്, ജീവിത സാഹചര്യമാണ്. ഈ 1000 രൂപയും കൊണ്ട് ഈ കുഴിയിൽ നിന്ന് കരകയറിയാലേ എൻ്റെ മക്കളുടെ ചിരി കാണാൻ കഴിയത്തുള്ളൂ എന്ന്, എൻ്റെ അടുപ്പ് പുകയത്തുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു മനുഷ്യൻ കാണിക്കുന്ന സാഹസികതയാണ്. അല്ലെ, അധ്വാനിച്ചുണ്ടാക്കണം, ഇല്ലാതെ കഴിയില്ല എന്ന്. അങ്ങനെ മനുഷ്യന്മാർ ജീവിതത്തിൽ കാണിക്കുന്ന എല്ലാ സാഹസത്തിൻ്റെയും കാരണം എന്താണ്? അവൻ്റെ സാഹചര്യം, അവൻ്റെ അവസ്ഥ, അവൻ്റെ ബുദ്ധിമുട്ട്, അവൻ്റെ എല്ലാം ഇല്ലായ്മയും അവൻ്റെ കുറവുകളും കൃത്യമായി അവന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അധ്വാനിക്കിറങ്ങിയതാ. പക്ഷെ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഈ പരിശോധന നമ്മൾ നടത്തിയിട്ടില്ല. എന്തുണ്ട് കയ്യിൽ? ഏത് നിമിഷവും വിളിച്ചാൽ കൂടെ പോകാൻ മാത്രമുള്ള കഴിവുള്ളവരാണ് മനുഷ്യർ. അത്ര നിസ്സഹരാണ്, അതിനപ്പുറത്തൊന്നുമില്ല. അല്പസമയം കൂടി എന്ന് പറയാൻ മരണത്തോട് പറയാൻ കഴിയില്ല. വരൂ പോകാം എന്നതാണ് മരണത്തിന്റെ ഭാഷ. രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് മരണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് രംഗബോധമില്ല. നീ കല്യാണ ചെറുക്കനായിരിക്കാം, അന്നും നിന്റെ വീട്ടിൽ വന്ന് നിൽക്കും നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ മണവാളനാണ്, പിന്നിട്ട് 20-28 വർഷക്കാലം ജീവിച്ചു, യുവത്വത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഇന്ന് വിവാഹം കഴിക്കുകയാണ്, മധുവിധിയിലേക്ക് പോലും കടന്നിട്ടില്ലാത്ത നിമിഷത്തിൽ എന്നെ പിടികൂടല്ലേ എന്ന് പറയാൻ ഒരു വരനും അനുവാദമില്ല. വിളിച്ചാൽ കൂടെ പോകണം. അപ്പൊ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന ചോദ്യം. ഈ നിമിഷം നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഉണ്ട്, കയ്യിൽ ആവോളമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മറ്റാരും ചുമക്കാത്ത കുറെ ചുമട്ടുപാണ്ഡങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ പാപത്തിന്റെ ഭാരങ്ങളാണ്, നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകളാണ്. അതല്ലാതെ പറഞ്ഞുപോയ തിന്മകൾ, ചെയ്തു കൂട്ടിയ തിന്മകൾ, കണ്ടു തീർത്തിട്ടുള്ള തിന്മകൾ. നമുക്ക് അള്ളാഹു നൽകിയ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ആ ദുനിയാവിൽ ആയി തന്ന ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയതെല്ലാം തിന്മകൾ. കണ്ടതും കേട്ടതും പ്രവർത്തിച്ചതും പറഞ്ഞതും സർവ്വതും തിന്മകൾ. ഈ സർവമാന തിന്മകളും കൊണ്ട് ഇറങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി വന്നവർ നമ്മൾ. അങ്ങനെയാണോ നമ്മൾ വന്നത്? അറിയുമോ നിങ്ങൾക്ക്? ഭൂമി വിറക്കപ്പെടുന്ന ദിവസമുണ്ട്. ഭൂമി വിറക്കപ്പെടുകയും ഭൂമിക്കകത്തുള്ളതെല്ലാം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന നിമിഷമുണ്ട്. ആ അവസ്ഥയിലേക്ക്, ഈ ലോകത്തിന്റെ അവസാനത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ, വ്യക്തമായ ഒരു ക്ലൈമാക്സിലേക്ക് ഇതിന്റെ ഈ അന്ത്യം കൊണ്ടെത്തിക്കുമ്പോൾ മനുഷ്യർ കാര്യങ്ങളൊക്കെ വല്ലാണ്ടങ്ങ് തിരിച്ചറിയും. ഇതാണല്ലോ പറയപ്പെട്ടത്, ഇതാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്, ഇത് ലോകത്തിന്റെ അവസാനമാണ് എന്ന്. അന്ന് മനുഷ്യൻ അന്ന് മനുഷ്യൻ കൂട്ടം കൂട്ടമായി ഓടുന്നത് ആരെ കാണാനെന്നറിയുമോ? അന്ന് കൂട്ടം കൂട്ടമായി മനുഷ്യർ പരതി നടക്കും. എന്തെടുക്കാനെന്നറിയുമോ? എന്റെ കർമ്മങ്ങൾ എവിടെയെന്ന് ഓരോ മനുഷ്യനും തെരഞ്ഞു പിടിക്കുന്നത് അവനവന്റെ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. ഓടിപ്പായും ഈ ദുനിയാവിലൂടെ, ഈ മഹ്ശറിലൂടെ. ഒന്നും ഉണ്ടാവില്ല, ചെയ്താലല്ലേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചെയ്തു വെച്ചാലല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്തു വെച്ചിട്ടില്ല, ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അതാ പരലോകത്ത് മനുഷ്യൻ ചെയ്ത് നിൽക്കുമ്പോൾ കല്ലാ ഇതാ ദുഃഖത്തിൽ
ആ ദിവസം നരകത്തെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ജനങ്ങൾക്ക് ബോധമുണ്ടാകും. നരകം മുമ്പിൽ വന്ന്, പടച്ചവൻ മുമ്പിൽ വന്ന് വിചാരണയ്ക്ക് വേണ്ടി മലക്കുകൾ അണിയണിയായി നിന്നു. മനുഷ്യരെ അണിയണിയായി നിൽക്കുന്ന മഹ്ശറയിൽ വെച്ച് മനുഷ്യൻ തിരിച്ചറിയും. അന്ന് മനുഷ്യൻ ആലോചിക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ, എന്റെ പാരത്രിക ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും അല്പം ചെയ്തു വെക്കാമായിരുന്നല്ലോ എന്ന്, ഒരു പിടി നന്മകളെങ്കിലും ചെയ്തു വെക്കാമായിരുന്നല്ലോ എന്ന് മനുഷ്യൻ വ്യാമോഹിക്കുന്ന നിമിഷമാണെന്ന്. എവിടെ ഇപ്പൊ ഈ ചിന്ത വന്നതെന്ന് അല്ലാഹു ചോദിക്കുന്നത്. ഇപ്പൊ എവിടെ നീ ബോധം ഉണ്ടായെന്ന് മനുഷ്യനെ കുറിച്ച് പറയണം. പരലോകത്ത് കാര്യങ്ങൾ നേർക്കുനേർ കണ്ടു കഴിയുമ്പോൾ മനുഷ്യൻ ആലോചിക്കും, അല്ലാഹുവേ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ അന്ന് ചെയ്യാമായിരുന്നല്ലോ എന്ന്. ഈ ബോധം ഇപ്പൊ എവിടെ നിന്ന് വന്നു? ജീവിച്ചിരുന്നപ്പോൾ ഇതങ്ങ് ഉണ്ടായിരുന്നില്ല എന്ന്. അത് അല്ലാഹു ചോദിക്കുന്നത്. ഖുർആന്റെ ചോദ്യം അതാണ്. നമ്മൾ പഠിക്കുന്ന, ഓതുന്ന ചെറിയ അധ്യായങ്ങളിൽ പോലും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന സന്ദേശങ്ങൾ അല്ലാഹു നേർക്കുനേർ നമ്മൾ സംസാരിച്ചിട്ട് അതൊന്നും കാതോർക്കാനോ ഇരുന്ന് ചിന്തിക്കാനോ എന്നിട്ട് പ്രവർത്തിക്കാനോ നമ്മളെ കൂടെ കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ക്ലാസ്സിന് തയ്യാറാണ്. ഏത് ക്ലാസ്സിനാണ്? ജീവിതത്തിൽ സാമ്പത്തികമായി മുന്നേറാൻ നമുക്ക് ഏത് ക്ലാസ് കിട്ടുമെന്ന് നോക്കുന്നത്. അതുകൊണ്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ വലിയ സ്കോപ്പാണെന്ന്. അവരിങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വരും. കച്ചവടക്കാർക്ക് പറയും ബിസിനസ് ക്ലാസ്സുകളുണ്ട്, ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി നമുക്ക് സമയമുണ്ട്. അങ്ങനെ അവിടെയൊക്കെ പോയി ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ക്ലാസ്, അള്ളാഹു പഠിപ്പിച്ച അധ്യാപനങ്ങൾ, അള്ളാഹുവിന്റെ വരികൾ, ആ വരികൾക്കിടയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ ആരുണ്ട് എന്നാ ഖുർആൻ ചോദിക്കുന്നത്. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് ഞാൻ എൻ്റെ അധ്യാപനങ്ങൾ കേൾക്കാനിരിക്കുന്നത്, എൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കേൾക്കാനുള്ളത്? എന്നിട്ട് ജീവിതത്തിന് ലക്ഷ്യം കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് ലക്ഷ്യബോധമുള്ള മനുഷ്യനായി കർമ്മരംഗത്ത് നിരതനാകാൻ ആരുണ്ട് എന്ന ഖുർആൻ ചോദിക്കുന്നത്, അള്ളാഹു ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് അള്ളാഹുവിന്റെ സംസാരങ്ങൾ വേണ്ട, അള്ളാഹുവിന്റെ കലാം നമ്മൾ പാടെ അവഗണിച്ചു. ഖുർആന്റെ സ്റ്റഡി നടത്തുന്ന ഒരു മേഖലകളിലേക്ക് നമ്മൾ പോകാറില്ല. ആ ക്ലാസ്സുകൾ നമുക്ക് വേണ്ട. കാലഹരണപ്പെട്ടു പോയ 6-ാം നൂറ്റാണ്ടിലെ അറബി കവിതകൾക്ക് സമാനമായ ഈ അറബി കാവ്യത്തെ, ഈ അറബി സാഹിത്യത്തെ നമ്മൾ കൈയൊഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. ശാസ്ത്രത്തിന്റെ കാലഘട്ടത്തിൽ പുരോഗമനമായി ചിന്തിക്കുന്ന ഈ സമൂഹത്തിൽ, പണം കൊണ്ട് എന്ത് നേടാമെന്ന് കണക്കാക്കുന്ന സമൂഹ മധ്യത്തിൽ, മാനം കെട്ടും പണമുണ്ടാക്കിയാൽ ആ മാനക്കേട് പണം മാറ്റുമെന്ന് വിശ്വസിക്കുന്ന സമൂഹ മധ്യത്തിൽ, നമുക്കും നാലുക്കൊപ്പം നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ പണം സമ്പാദിക്കണം, അതിനുള്ള സോഴ്സുകൾ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി പഠിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാണ്. ആയുസ് മൊത്തം ഒഴിഞ്ഞു വെച്ച് പഠിക്കാൻ വേണ്ടി എന്ത് പഠിക്കാനാ? പണം സമ്പാദിക്കാനുള്ള മാർഗം. 3-4 വയസ്സുള്ള മക്കളെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത് മുതൽ 25 വർഷം അല്ലെങ്കിൽ 25 വയസ്സ് വരെ 26 വയസ്സ് വരെയൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ എന്ത് കൾച്ചർ പഠിക്കാണോ? സംസ്കാരം പഠിക്കാണോ? ജീവിതം പഠിക്കുകയാണോ? ഇതൊന്നും അല്ലല്ലോ പഠിക്കുന്നത്. പിന്നെയുള്ള ജീവിത കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ, സമ്പാദിക്കാൻ, കൈ നിറച്ച് പണം സമ്പാദിക്കാൻ, സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസോടുകൂടി ജീവിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള പഠിത്തം. ഏത് നിമിഷവും മരിച്ചു പോകേണ്ട മനുഷ്യൻ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിന് വേണ്ടി എന്ത് പാഠം പഠിച്ചു, എന്ത് പ്രവർത്തിച്ചു? ആരാണ് ഏറ്റവും വലിയ വിവേകശാലി, ഏറ്റവും വലിയ അറിവുള്ളവൻ, ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന നബിയോട് മരണത്തിന് പുറത്തുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഏത് നിമിഷവും പോകാൻ വേണ്ടി തന്റെ സഞ്ചിയിൽ സാധനങ്ങൾ നിറച്ച് കാത്തിരിക്കുന്നവനെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്സറുഹും ഇസ്തിഅദാദ ലിൽ മൗത്ത്. മരണത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങിയവൻ. വരൂ പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കീസ് ഉണ്ടാകണം. നമ്മൾ പ്രവാസികളെ പോലെ ജീവിക്കേണ്ടവരാ. ഇവിടെ നിന്ന് ഗൾഫിൽ പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേര് സെറ്റിൽമെന്റ് ആവുന്നുണ്ട്, അവിടെയൊക്കെ തന്നെ പൗരത്വം എടുക്കുന്നുണ്ട്, സിറ്റിസൺഷിപ്പ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഫാമിലി ആയിട്ട് പോയി എന്ത് ചെയ്യുന്നു, താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഒരു പരിധി വരെ ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം നാട്ടിലേക്ക് മടങ്ങണം എന്ന ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് അവിടെ പോകുന്നത്. ഇവിടുന്ന് ഗൾഫിൽ പോയാൽ കൃത്യമായി അവർക്ക് കിട്ടുന്ന സാലറികളാകട്ടെ, മറ്റു എന്നീ പർച്ചേസുകളാകട്ടെ, ഓരോന്നും സ്വരുക്കൂട്ടിക്കൊണ്ടേയിരിക്കും. സമ്പത്തിൻ്റെ ഒരു വിഹിതം നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴും വെക്കേഷന് വേണ്ടി ഒരു 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നൊരു ഘട്ടമുണ്ടല്ലോ, ആ സമയത്ത് കഫയിൽ ടിക്കറ്റ് കൊടുക്കുന്ന നിമിഷത്തിന് പുറപ്പെടാൻ വേണ്ടി കണക്കാക്കിയാണ്. അയാൾ എന്ത് ചെയ്യും, അയാളുടെ പാസ്പോർട്ടും കൈ കൊടുത്തിട്ട് ഇയാളെ നാട്ടിലേക്ക് മടക്കി വിടാനുള്ള ഒരു ടിക്കറ്റ് ഏർപ്പാടാക്കി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ വേണ്ടി എല്ലാം സജ്ജമായിരിക്കും. കിട്ടുന്നതെല്ലാം ആഴ്ച ഓഫർ ഇടുമ്പോഴൊക്കെ അവിടുത്തെ ആളുകൾ മറ്റൊക്കെ പോയി പർച്ചേസ് ചെയ്ത് വെക്കുന്നത്. ഒരു മുട്ടായി ആണെങ്കിലും ഒരു സോപ്പ് കുളിക്കാൻ വേണ്ടി മാറ്റുമ്പോൾ അധികം വരുന്നൊരു സോപ്പ് മാറ്റി വെക്കി നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ഇന്നും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ടിക്കറ്റ് കൊണ്ട് കൊടുത്താൽ അപ്പോഴും ഉണ്ട് അവൻ്റെ ലഗേജ് എടുത്തുകൊണ്ട് ഇറങ്ങാണ്. അവന് പിന്നെ താമസമില്ല, ലഗേജും കെട്ടിപ്പറക്കി ഇറങ്ങാണ്, നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അവൻ്റെ കയ്യിൽ എപ്പോഴും സാധനമുണ്ട്, അവന് കൊണ്ടുവരാൻ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? മലക്കുൽ മൗത്ത് വന്ന് ക്ഷണിക്കാണ്.
വരൂ പോകാമെന്ന് പറഞ്ഞ് മരണത്തിന്റെ വാതിൽ നമ്മുടെ മുമ്പിൽ വന്ന് മരണത്തിന്റെ വാതിലിലേക്ക് വന്ന് മുട്ടുമ്പോൾ മലക്കുൽ മൗത്തിനോട് എന്ത് മറുപടിയുണ്ട്? റബ്ബി ലൗലാ അഖർതനി, ഒരു നിമിഷം കൂടി നൽകണം, അല്പസമയം കൂടി വേണം. തയ്യാറെടുത്തിട്ടില്ല, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ലാ സദ്ദഖന്ന, നമ്മൾ ദാനം ചെയ്യാം, നമ്മൾ ധർമ്മങ്ങൾ ചെയ്യാം, നമസ്കരിക്കാം, നല്ലത് പറയാം, സുഹൃതങ്ങൾ ചെയ്യാം, എന്നിട്ട് വരൂ മരണമേ എന്ന്, എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ കൊണ്ടങ്ങ് പോകാമെന്ന്. ഇതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവസരം ഉണ്ടാവില്ല, നമുക്ക് അവസരം ഉണ്ടാവില്ല. ജീവിതത്തിന്റെ നിമിഷങ്ങൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തിന്റെ അവസ്ഥയല്ലല്ലോ. പണ്ട് കാലങ്ങളിൽ നമുക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു. ഇന്ന് നമ്മൾ മിനിറ്റുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് മണിക്കൂറുകൾ കൊണ്ട് ചെയ്യണമായിരുന്നു. ഒരു മാവം നാട്ടിയെടുക്കണമെങ്കിൽ പോലും എല്ലാ വീടുകളും നമ്മൾ കണ്ട കാഴ്ചയാണ്. തലേ ദിവസമേ വെള്ളത്തിലിട്ട് കാലത്തെ ഇരുന്ന് അവരെങ്ങനെ ആട്ടണം, അരകല്ലിൽ ആട്ടിയെടുക്കണം, എത്ര സമയം ചിലവാക്കണം. പക്ഷെ എന്നിട്ട് ആ ജീവിതത്തിൽ ബർക്കത്തുണ്ടായിരുന്നു. 24 മണിക്കൂറേ അന്നുള്ളൂ, ഇന്നുള്ളൂ. പക്ഷെ അന്ന് അവർ ചെയ്ത കാര്യങ്ങളും അന്ന് അവർ ജീവിതത്തിലുണ്ടായ വിശാലതയും ഇന്ന് നമുക്കില്ല. ഇന്ന് ദിവസങ്ങൾ കേവലം മണിക്കൂറുകൾ പോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ മിനിറ്റുകൾ പോലെ, മിനിറ്റുകൾ സെക്കൻഡുകൾ പോലെ, വർഷങ്ങൾ മാസങ്ങൾ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം പോയി അറിഞ്ഞിട്ടില്ല, നമ്മൾ ഒരു വയസ്സ് മാറിയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ആർക്കും പിടികൊടുക്കാതെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ഈ സമയം കടന്നു പോകുമ്പോൾ ഒരു രാത്രിയിലോ പകലിലോ ആയി നമുക്ക് കാത്തിരിക്കുന്ന മരണം നമ്മളെ വന്ന് പിടികൂടുമ്പോൾ നമ്മളെ കയ്യിൽ ഒന്നുമില്ലാത്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതാണ് വിശ്വാസിയോട് ഖുർആൻ എടുത്തു പറഞ്ഞത്, എപ്പോഴും പുറകോട്ടൊന്ന് നോക്കണേ മനുഷ്യരെ എന്ന്. പുറകോട്ടൊന്ന് നോക്കണം, നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് എപ്പോഴും നീ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. കയ്യിലൊന്നുമില്ല എന്ന ബോധ്യമാണ് നിന്നെ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിലും വേണ്ടേ, എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടിയും വേണ്ടേ എന്ന് നമ്മൾ സേഫാക്കാൻ നോക്കുന്ന നമ്മൾ കുടുംബവും ഞാൻ ഇല്ലാതെ പോയാലും അവർക്കെല്ലാം ഉണ്ടാവണം. നാളെ ഞാനിവിടെ വീണ് മരിച്ചാൽ എൻ്റെ കുടുംബത്തിന് കിടക്കാൻ വീടുണ്ടാകണം. അവർക്ക് മക്കൾക്കൊരു ആശ്രയം ഉണ്ടാകണം. അവർ വിദ്യാഭ്യാസം കൃത്യമായി നടക്കണം. ഒന്നിനും ഒരു കുറവും വരും. ഞാൻ നിൽക്കണ നിപ്പിൽ വീണു പോയാലും, ഇനി നിൽക്കണ നിപ്പിൽ നീ വീണു പോയാലും, നീ ഒന്നും ചെയ്തു വെച്ചില്ലെങ്കിലും അവരിവിടെ ജീവിക്കും. യൗവനത്തിലാണ് നിന്റെ ഭാര്യയെങ്കിൽ അവർക്ക് വേറെ ഭർത്താവ് ഉണ്ടാകും. നിങ്ങളെ മക്കളെ ജനങ്ങൾ അല്ലെങ്കിൽ കുടുംബക്കാർ, ബന്ധുക്കൾ, കൊച്ചാപ്പ, ഇളയാപ്പ, അങ്ങനെ 100 ആൾക്കാർ ഏറ്റെടുക്കാനുണ്ടാകും. നിങ്ങൾ മരണപ്പെട്ട സങ്കടം പറഞ്ഞ് നാട് മുഴുവൻ ഒപ്പം കൂടും. അവർ ആശ്വാസം പറയാൻ, അവർക്ക് സാന്ത്വനം പറയാൻ, അവർക്ക് കൂടെ ഇരിക്കാൻ ആളുണ്ടാകും. പക്ഷെ നമ്മളോട് ആരുണ്ടാകും? നമ്മളെ കൂടെ ആര് വരും? ഞാനിവിടെ വീണ് മരിച്ച് മരണപ്പെട്ടു പോയാൽ എൻ്റെ മയ്യത്തിന് പിറകെ ആരും വരാൻ പോകുന്നില്ല. ഈ പറയുന്ന മക്കളോ കുടുംബക്കാരോ ആരും വരില്ല. ആകെ വരാനുള്ളത് എൻ്റെ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾ ഞാൻ സമ്പാദിച്ചിട്ടുമില്ല എങ്കിൽ എത്ര വലിയ നിരാശയാണ് എന്നെ വേട്ടയാടുക, എത്ര വലിയ പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് ഞാൻ വീണു പോവുക. അതല്ലേ നമ്മൾ ആലോചിക്കാനുള്ളത്. നമ്മൾ എത്രയോ കുടുംബങ്ങൾ കണ്ടു, എത്രയോ മനുഷ്യർ മരണപ്പെട്ടു പോയിട്ടും ഒരു കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നില്ലേ? അവർ ജീവിക്കുന്നില്ലേ? ചില സ്ത്രീകൾ കുടുംബവുമായി പോകും, ഭർത്താവുള്ള കുടുംബം, ആ കുടുംബത്തിൽ സ്ത്രീകൾ പുറത്തു പോലും വരാറില്ല. അവർക്ക് നമുക്ക് ജനങ്ങൾക്കിടയിൽ വന്ന് എങ്ങനെയാണ് ഒരു വീട്ടു സാധനം പോലും വാങ്ങിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്ന് കണക്കാക്കിയ പല ആൾക്കാരും ഭർത്താവിന്റെ മരണാനന്തരം അവർ ഇറങ്ങി നിന്ന് ആ കുടുംബത്തെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സാഹചര്യങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ അവർക്ക് പരിഹാരമുണ്ടാകും. ആ പടച്ചവൻ അതിനെന്തി വഴി കാണിക്കും. ജീവിച്ചിരിക്കുന്നവർക്ക് 1000 സഹായങ്ങൾ കൈകൾ നീട്ടപ്പെടും. പക്ഷെ മരിച്ചുപോയതിന് മുമ്പിലേക്ക് സഹായത്തിന്റെ ഒരു കരങ്ങൾ നീണ്ടുവരില്ല. നമ്മൾ ഒറ്റയ്ക്കാ, നമ്മളാ ഇറങ്ങിപ്പോകുന്നത്, നമ്മളാ തനിച്ചാകുന്നത്, നമ്മളാ എല്ലാം നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ ഈ കിടന്ന് പെടാപ്പാട് പെട്ടിട്ട് അവസാനം അവര് സേഫ് ആയതുമില്ല. അവരൊക്കെ എന്ത് ചെയ്ത് ഭാര്യ വേറെ വിവാഹം കഴിച്ച് കൊണ്ടുപോയി, മക്കളൊക്കെ വേറെ ജീവിതങ്ങളുമായി പോയി. അവർക്കും ഇപ്പോൾ ഓർക്കാൻ പോലും സമയമില്ല. വർഷത്തിൽ പെരുന്നാൾ വരുമ്പോൾ സ്വന്തം മഹലിലേക്കൊന്ന് പോകണം, വാപ്പാരെ കബറിൻ്റെ അടുത്ത് പോയി സലാം പറയണമെന്ന് എന്നൊക്കെ മക്കൾക്കൊരു ചിന്തയുണ്ട്. ചിലപ്പോഴൊക്കെ നടക്കാറില്ല. ചിലപ്പോഴൊക്കെ ആൾക്കാർ ഒരു പെരുന്നാൾ കണക്കാക്കി, വർഷത്തിലൊരു പെരുന്നാൾ കണക്കാക്കി സ്വന്തം മഹലിലേക്ക് വന്ന് ആ മഹലിൻ്റെ സമീപത്തുള്ള ശ്മശാനത്തിൽ പോയി കബർ തപ്പി സലാം പറയാൻ വരുമ്പോഴത്തേക്കും എല്ലാം ഒരുപോലെ ഇവിടെ നിന്നങ്ങ് പറയാം. അന്ന് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, പക്ഷേ ആ മരം കാണാൻ ആകെ ഒരു അടയാളം ഉണ്ടായിരുന്നത് ഈ നിന്ന മരമായിരുന്നു. ആ മരം കാണാനില്ല. അതുകൊണ്ട് ഇവിടെ എവിടെയോ ഉണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇത് പറയാനല്ലാതെ മക്കളാരും തിരിച്ചു നടക്കാറില്ല. ഇതല്ലേ അവസ്ഥ എന്നുള്ളത്. ഇപ്പം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ പണിയെടുത്തത്? ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിതമുണ്ട്. പക്ഷെ ഇതിനിടയിൽ നമ്മളെ കൂട്ടിക്കെട്ടിയ കുറെ ബന്ധങ്ങളുമുണ്ട്. ആ ബന്ധങ്ങൾ പരിഗണിക്കണം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ നമ്മുടെ കാര്യം മറന്നു പോകാൻ പാടില്ലല്ലോ, അവനവന്റെ കാര്യം മറന്നു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഗൗരവമുള്ള ചിന്തയുണ്ടാകണം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന ബോധ്യമുണ്ടാകണം. റജബ് മാസം വാതിൽപ്പടിയിൽ എത്തിയിട്ടുണ്ട്. റജബ്, ഷാബാൻ, റമദാൻ, പിന്നെയും നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹീത മാസങ്ങൾ കടന്നു വരികയാണ്. എത്ര പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ റമദാനിലെ തറാവി നിസ്കാരത്തിന് ഇന്ന് രാത്രി നമ്മൾ തറാവി നിസ്കരിച്ചിറങ്ങിയതുപോലുള്ള ഒരു അനുഭവമാണുള്ളത്. ഇന്നലെ രാത്രിയും തറാവി ഉണ്ടായിരുന്നു. ഇന്ന് അത് കഴിഞ്ഞുള്ള ജുമഅ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ ഒരു വർഷം ഓടിപ്പോയത്.
എത്ര പെട്ടെന്നാണ് പോകുന്നത്. ഒരു വയസ്സ് മാറിയിട്ടുണ്ട്. ഇതങ്ങ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അള്ളാഹു കണക്ക് വെച്ചിട്ടുണ്ട് ആരെത്ര വയസ്സ് ജീവിക്കണമെന്ന്. പക്ഷെ നമ്മൾ കണക്ക് വെച്ചിട്ടുണ്ട് ഒരു 70-80 ഞാൻ അങ്ങ് പോകും എന്ന് നമ്മളൊരു കണക്ക് വെച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അള്ളാഹു കണക്ക് വെച്ചിട്ടുണ്ട് ആരെത്ര കാലം ജീവിക്കണമെന്ന്. അത് ഇന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമെങ്കിൽ ഇന്ന് തന്നെയാണ് അവസാനം. അതിൽ മാറ്റം ഉണ്ടാവില്ല. എന്നെ കാത്തിരിക്കുന്ന ഭാര്യയെ പരിഗണിച്ചുകൊണ്ടോ, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളെ നോക്കിക്കൊണ്ടോ, എൻ്റെ മാതാപിതാക്കളെ നോക്കിക്കൊണ്ടോ എന്നെ വീട്ടിലെത്തിക്കില്ല അള്ളാഹു. എൻ്റെ തീരുമാനം ഇന്നാണെങ്കിൽ ഇവിടെ അവസാനിക്കണം. അത് ഓരോ മനുഷ്യനും അത് ചിന്തിക്കണം. ഓരോ നിമിഷത്തിലും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണമെന്ന്, ഒരു നന്മയെങ്കിലും ചെയ്യണമെന്ന്, ആരോടും വെറുപ്പ് വെക്കാത്ത നല്ലൊരു മനസ്സെങ്കിലും ഉണ്ടാകണമെന്ന്, നമുക്ക് ആരോടും വെറുപ്പും പകയുമില്ലാത്ത നല്ലൊരു ഹൃദയമെങ്കിലും കൊണ്ടുപോകാൻ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകും. അള്ളാഹുവെ, ആരോടും പക വെച്ചിട്ടില്ലായിരുന്നു, ആരോടും വെറുപ്പില്ലായിരുന്നു, ഈ മനസ്സ് ശുദ്ധമാണ്, ഒരുപാട് കർമ്മങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന മനുഷ്യർക്ക് പോലും അഭയം കൊടുക്കും നാഥൻ. ആ ദുനിയാവിൽ എന്ത് പക, എന്ത് വിരോധം, എന്ത് ശത്രുത, ആരോട് ഈ മത്സരം? ഗൗരവത്തോടെ ചിന്തിക്കുക. അല്പമെങ്കിലും നന്മകൾ സമ്പാദിച്ചു വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ പള്ളികൾ മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളാണ്, അവരുടെ ആശാകേന്ദ്രങ്ങളാണ്, അവരുടെ പ്രതീക്ഷാ ഭവനങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത. മുസ്ലിം പൊതുസമൂഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നവരാണ് മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും. ഈ ലിംഗവിവേചനം ഒരു കാരണവശാലും ഇസ്ലാമിൽ പള്ളികളുടെ വിഷയത്തിലോ ആരാധനയുടെ വിഷയത്തിലോ വെച്ചിട്ടില്ല. നമ്മൾ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു പോയൊരു മേഖലയാണ്. പള്ളികളും സ്ത്രീകളുമായിട്ടൊരു ബന്ധവുമില്ല, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവർക്ക് അവകാശമില്ല എന്നത് സമൂഹത്തിൽ പൊതുവിൽ പടർന്നു പിടിച്ച വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇസ്ലാമിനകത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത്രയേറെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ് ഇസ്ലാമിൻ്റേത്. ഒഴിവാക്കപ്പെട്ടിരുന്ന, മാറ്റി നിർത്തപ്പെട്ടിരുന്ന, ലിംഗത്തിൻ്റെ പേരിൽ വിവേചനം നേരിട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു സ്ത്രീകൾ. അത് പുരാതന കാലഘട്ടങ്ങളിൽ ഒട്ടനവധി വിശ്വാസങ്ങൾ നമുക്കിത് കാണാൻ കഴിയും. ആ വിശ്വാസങ്ങളുടെ മീതെ വെച്ച ഒരു ചെക്കാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്നുള്ളത് അങ്ങനെ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല, ലിംഗാടിസ്ഥാനത്തിൽ വിവേചനങ്ങൾക്ക് ഇരയാക്കപ്പെടേണ്ടവരല്ല. അവർ ഈക്വലാണ്. സ്ത്രീയും പുരുഷനും രണ്ട് ജെൻഡറാണെന്നതിനപ്പുറത്തേക്ക് രണ്ട് കൂട്ടരും മനുഷ്യരാണ് എന്നതുകൊണ്ട് സമന്മാരാണ് എന്നതാണ് ഇസ്ലാം പറയുന്നത്. ആ സമത്വവും അവകാശവും കൃത്യമായി നൽകപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ എന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ വലിയ നിലയിൽ പ്രധാനമായിട്ട് വരുന്ന പാണക്കാട് തങ്ങളുടെ ഒരു മകൾ, ആ മകളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടന്നു. സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പണ്ഡിത കൂട്ടങ്ങൾക്കൊക്കെ പറയാനുള്ള, പണ്ഡിത സഭകൾക്കും മറ്റ് വലിയ ചർച്ചകൾ നടത്തിയിട്ട് പറയാനുള്ളത് അതൊരു ഒരു പുരോഗമന ആശയമാണ്, അത്തരം ഒരു ചിന്താഗതി ഇസ്ലാമിനകത്തില്ല എന്നാണ്. ലാ തംനഉ ഇമാഅല്ലാഹി മിനൽ മസാജിദ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നഗ്നമായും വ്യക്തമായും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യമാണ്. ഒരിക്കലും അള്ളാഹുവിൻ്റെ അടിമകളായ വനിതകളെ നിങ്ങൾ പള്ളികളിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാധനാ സ്വാതന്ത്ര്യം പുരുഷനെ പോലെ തന്നെ നൽകപ്പെട്ടവരാണ് സ്ത്രീകൾ എന്നുള്ളതാണ് മറ്റ് ഏതൊരു സംസ്കാരത്തിൽ നിന്നും ഇസ്ലാമിനെ വിഭിന്നമാക്കുന്ന സംഗതി പോലും. എല്ലാ മതങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകളെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന രീതികൾ ഉണ്ടായിരിക്കുമ്പോൾ അതങ്ങനെയല്ല ഇസ്ലാമിനകത്തുള്ളത് എന്ന് വളരെ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ പള്ളിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ സന്നിഹിതരായിരുന്നു. സ്ത്രീകൾ കണ്ടമാനം സ്ത്രീകൾ ഈ നമസ്കാരത്തിന് വേണ്ടി സുബഹിക്കും ഇഷാക്കും അടക്കം, രാത്രി നമസ്കാരങ്ങളായ ഇഷാ നമസ്കാരത്തിനടക്കം, അതിരാവിലെ നമസ്കാരമായ ഫജ്ർ നമസ്കാരമായ സുബഹിക്കടക്കം പള്ളിയിലേക്ക് സ്ത്രീകൾ കൂട്ടം കൂട്ടമായി വന്നു പോയിരുന്നു എന്നാണ് ചരിത്രം കാണാൻ കഴിയുക. അതുമാത്രമല്ല, സ്ത്രീകൾ അവിടെ ഇഅ്തികാഫിൽ കഴിഞ്ഞുകൂടി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ രോഗികളെ, യുദ്ധാനന്തരം ശുശ്രൂഷിക്കപ്പെടുന്ന യുദ്ധ പോരാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചികിത്സാർത്ഥം ഡോക്ടർ സമീപനം ചെയ്തിട്ടുള്ള വനിതകളെയും പള്ളിക്കകത്ത് കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്നത് പോലെ നിസ്കാരത്തിന് ശേഷം അടച്ചുപൂട്ടപ്പെടുന്ന ഒരു കെട്ടിടം, നിസ്കരിക്കുന്നതിന് തൊട്ടു മുമ്പ് ബാങ്ക് വിളിയോട് ചേർന്ന് തുറക്കുകയും അതൊക്കെ നിസ്കാരം കഴിഞ്ഞ് അടച്ചുപൂട്ടി താക്കോലും കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു കെട്ടിടമായിരുന്നില്ല ഒരു കാലത്തും ഇസ്ലാമിൻ്റെ പള്ളികൾ എന്നുള്ളത്. അതൊരു രാഷ്ട്രീയ കേന്ദ്രമാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, സാമൂഹിക കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഒരു സുരുക്കൂട്ടലുകൾ, സക്കാത്തിൻ്റെ സെല്ലുകൾ, മതപരമായ വിദ്യാഭ്യാസങ്ങൾ, പൊതുവിദ്യാഭ്യാസങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ, അങ്ങനെ ഒട്ടനവധി ഭരണകാര്യങ്ങൾ കൃത്യമായി നടന്നിരുന്ന കെട്ടിടങ്ങളാണ് പള്ളികൾ. ഒരു നാടിൻ്റെ മുഴുവൻ ദീനീ ചൈതന്യവും ദീനിൻ്റെ ചാലകശക്തി എന്നുള്ളതും കേന്ദ്ര ബിന്ദു എന്നുള്ളത് പള്ളികളായിരുന്നു. എന്താവശ്യത്തിനും പള്ളിയിലാണ് വരിക. അവിടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനുണ്ട്, അവിടെ ചർച്ചയുണ്ട്, അവിടെ എന്തിനും സംവിധാനങ്ങളുണ്ട്. ആ നിലയിൽ ആ പള്ളികൾ സജീവമായിരുന്നു. അവിടെ പള്ളികളിൽ സ്ത്രീകൾക്കും സാന്നിധ്യമുണ്ടായിരുന്നു. ഇതാണ് ഇസ്ലാമിലെ കാലഘട്ട പള്ളികൾ എന്നുള്ളത്. ഒരിക്കലും തടയാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ അധികമായി പ്രൊമോഷൻ ചെയ്യുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ പള്ളിയിൽ വന്ന് മാത്രമേ നമസ്കരിക്കാവൂ എന്ന് പുരുഷന്മാരോട് ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെട്ടിട്ടില്ല.
സ്ത്രീകൾ അവരുടെ സുരക്ഷിതത്വം കൂടി, അവർക്ക് സ്വാതന്ത്ര്യം ഹനിക്കുന്നില്ല. ആരാധനയിൽ നിന്ന്, പള്ളികളിൽ നിന്നുള്ള അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നില്ല, ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല. പക്ഷെ അവർ നിർബന്ധ ബുദ്ധിയോടുകൂടി എല്ലാവരും ജമാഅത്തിന് പള്ളിയിൽ വന്നേ പറ്റൂ എന്ന് കർക്കശമായ നിലപാട് പുരുഷന്മാരോടാണ്. പുരുഷന്മാർക്ക് വീട്ടുകളിലുള്ള നമസ്കാരം, അവർക്ക് പള്ളികളിലെ നമസ്കാരം. അവർ പള്ളികളിലേക്ക് വരണമെന്ന് നിർബന്ധ ബുദ്ധിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ സ്ത്രീകളോട് അത്രയും കർക്കശമായി ആവശ്യപ്പെടലില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, സ്ത്രീകൾക്ക് അവർ വരാതിരിക്കാനുള്ള ചോയ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യമുണ്ട്, വന്നാൽ തടയരുത്, പുറപ്പെട്ടാലും തടയരുത്. വലിയ ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ കഴിവിൻ്റെ പരമാവധി വീടകങ്ങളിൽ നമസ്കരിക്കണം. പൊതുരംഗത്ത് അത് ആരാധനകൾക്ക് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്ന് പുരുഷന്മാരുമായി മിങ്കിളാകുന്നത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് തോന്നിയിട്ടുള്ള ഉമറിന്റെ ഭാര്യ പോലും പള്ളിയിൽ കൃത്യമായി വന്നിരുന്നു. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ പള്ളിയിൽ വന്നിരുന്നു. ആ പെൺമക്കൾ പള്ളിയിൽ വരുമ്പോഴും ഈ ഭാര്യ വരുമ്പോഴും ഒക്കെ ജനങ്ങൾ ചിലർ ചോദിക്കാറുണ്ട്, ഉമർ അറിയുന്നില്ലേ ഇതെന്ന്? ഉമർ റളിയല്ലാഹു അൻഹു അറിയുന്നുണ്ട്, പക്ഷെ അദ്ദേഹം തടയാൻ അനുവാദമില്ലല്ലോ. റസൂൽ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ അവകാശത്തിന് മേൽ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ഒരു കൈ വയ്ക്കാനുള്ള അവകാശം ഉമറിനില്ല, ആർക്കുമില്ല. ഇതെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ആരാധനാലയങ്ങളിൽ സ്ത്രീകൾക്ക് മുമ്പിൽ തുറക്കപ്പെടാതെ പോയത് കൊണ്ട് തന്നെയാണ് ഒരു പരിധി വരെ നമ്മുടെ കുടുംബങ്ങൾ ദീനിൽ നിന്ന് പുറത്തുപോയത്. ദീനി അന്തരീക്ഷം കുടുംബത്തിന് നഷ്ടപ്പെട്ട കാര്യം എന്നറിയാമോ? ആണുങ്ങൾ വന്നിരുന്ന് പ്രസംഗം കേട്ടിട്ട് പോയാൽ അവരെ മനസ്സിലിരിക്കുള്ളൂ, അത് ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇനി അവനവൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ആരോടും പറയാനും മക്കളോടോ ഭാര്യയോടോ ഒന്നും ഉപദേശിക്കാനും ഇവർക്ക് സമയമില്ല. അതിനങ്ങ് സമയം ഉണ്ടായാലും ഈ വാക്കുകളോട് വില പോവില്ല. കുടുംബം അങ്ങ് കേൾക്കാറില്ല. പക്ഷേ സ്ത്രീകൾ പറയാണ്, സ്ത്രീകൾ ഉത്ബോധനങ്ങൾ, വെള്ളിയാഴ്ചയിൽ ജുമാ പ്രഭാഷണങ്ങളെങ്കിൽ മിനിമം ഒരു വീട്ടിലെ ഉമ്മ കൃത്യമായി കേട്ടുപോയിരുന്നുവെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ അവരുടെ വീട്ടിനകത്തുണ്ടാകുമായിരുന്നു. ആ മക്കളുടെ ഡ്രസ് കോഡിൽ, പെൺകുട്ടികളുടെ ഡ്രസ് കോഡിൽ, ആൺകുട്ടികളെ വളർത്തുന്നതിൽ, വീടിനകത്ത് കൃത്യമായി ഫജ്ർ സമയത്ത് എഴുന്നേൽക്കുന്നതിൽ, സുബഹി നമസ്കരിപ്പിക്കുന്നതിൽ, അങ്ങനെ കൃത്യമായി ചിട്ടയായ ഇസ്ലാമികമായ ഒരു ജീവിത അന്തരീക്ഷം കുടുംബത്തിനകത്ത് കൊണ്ടുവരാൻ കുടുംബിനികൾക്കാകുമായിരുന്നു കൃത്യമായ ഉപദേശങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ അതുപോലുമില്ല. ജുമായിക്ക് വരാൻ പാടില്ല, പള്ളി ഉപദേശം കേൾക്കാൻ പാടില്ല. പിന്നെ വർഷാവർഷം നമ്മൾ പാതിരാപകൽ വെക്കുമെന്ന്. വർഷത്തിൽ റബീഉൽ അവ്വൽ വരുമ്പോഴോ റമദാൻ വരുമ്പോഴോ 2 ദിവസത്തെ പ്രസംഗം ഉണ്ടാകും. ആ പ്രസംഗത്തെക്കാൾ കൂടുതൽ പാട്ടുകളും ഫലിതങ്ങളും ഉണ്ടാകും, ചിരിക്കാനും രസിക്കാനും വകയും ഉണ്ടാകുമെന്ന്. ലാസ്റ്റ് ഒരു പിരിവ്. ഇതല്ലാതെ എന്താ ഉള്ളത്? എന്താണ് ദീൻ പഠിക്കാൻ വേണ്ടി സ്ത്രീകളുടെ മുമ്പിൽ തുറന്നു വെച്ച അവസരം എന്തിനാണ്? അവർ നന്നാവണം, ദീന് കൊണ്ടുവരണം എന്ന് പറയുമ്പോഴത്തേക്കും ദീൻ അവർ എവിടെ നിന്നാണ് പഠിക്കുക, എവിടെ നിന്നാണ് കേൾക്കുക? അവർക്ക് പഠിക്കാനും കേൾക്കാനും സംവിധാനം. പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ, അവർ യൂട്യൂബൊക്കെ തുറന്ന ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിലും ആകെ പഠിക്കുന്നതിനാണ് റെസിപ്പികളാണ്. എങ്ങനെ പാചകം ചെയ്യാം, എങ്ങനെ വേവിക്കാം, എങ്ങനെ തിന്നാന്നല്ലാതെ ദീൻ പഠിക്കാൻ വേണ്ടി 2 മിനിറ്റ് കൂടുതൽ നോക്കിയിരിക്കാൻ ആരെക്കൊണ്ട് ക്ഷമ നടക്കൂല. ഇത് കണക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം ഖുതുബകൾ, ഉത്ബോധനങ്ങൾ നടക്കുമ്പോൾ ഇത് കേൾക്കേണ്ട ഒരു നിർബന്ധിത ബാധ്യതയായതുപോലെ നമ്മൾ കേട്ടുപോകുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കും, അത് ചലനമുണ്ടാക്കും. ആ അവസരങ്ങൾ പോലും നിഷേധിച്ചു ഇസ്ലാമികമായ അന്തരീക്ഷം കുടുംബത്തിൽ നിന്ന് പോലും പറിച്ചു കളയാനല്ലാതെ പള്ളികളിൽ നിന്ന് സ്ത്രീകളെ തടഞ്ഞത് കൊണ്ട് ഗുണമുണ്ടായിട്ടില്ല. അത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ആരാധനാലയങ്ങളിൽ പുരുഷനെ പോലെ അവകാശമുണ്ട് സ്ത്രീകൾക്കും എന്നുള്ളത് ഗൗരവമായി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുക. വെറുതെ എന്ത് ചെയ്യുക, വെറുതെ നിസ്സാരമായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് പണ്ഡിതോചിതമായ അഭിപ്രായങ്ങൾ വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബലം പിടിച്ച് സ്ത്രീകളെ പള്ളികളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അബദ്ധമാണ്, തിരുത്തപ്പെടേണ്ട ഒരു തെറ്റിദ്ധാരണയാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.